എന്താണ് ഇവന്മാരുടെ സത്യത്തിൽ സംഭവം? ഒരു വർഷം ഇവര് ജോലിക്ക് പോകുമ്പോഴത്തേക്കും കുടിക്കൂല, പക്ഷെ ജോലി കഴിഞ്ഞാൽ കുടിയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരു പണിക്കും പോണില്ല. അവിടെ ഇവിടെയൊക്കെ നടന്ന് ഈ കുപ്പി പെറുക്കലാണ്. എന്നിട്ട് കുപ്പി കൊണ്ടുപോയി കൊടുക്കുക, ഇത് മേടിക്കുക, കുടിക്കുക, വീണ്ടും കുപ്പി പെറുക്കുക. ഈ മലിനീകരണം അവര് പറയട്ടടാ, എന്റെ മക്കള് നാണക്കേട് കൊണ്ട് സ്കൂളിൽ പോലും പോണില്ല സാറ്. അവര് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോ ഈ റോഡിന്മേലൊക്കെ നടന്ന് ഇങ്ങനെ പെറുക്കാണ്. എത്ര വട്ടം നിങ്ങളോട് ഞാൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു. ഇനി എനിക്ക് അറിഞ്ഞൂടെ സാറേ എന്താ വേണ്ടേന്ന്. അകത്ത് കിടക്കട്ടെ, അങ്ങനെയെങ്കിലും നന്നാവട്ടെ. ശരിയാണ് ഈ കേക്കണത്. നീയൊക്കെ പണിക്കും പോവാതെ കുപ്പിയും പിറക്കി കള്ളും കുടിച്ച് നടക്കണ? അല്ല സാറേ, അത് പറഞ്ഞ് തിരിഞ്ഞു പോയതാ. ഞങ്ങള് പണിക്ക് പോയിട്ട് പിന്നെ കള്ളു കുടിക്കല്ല, ഞങ്ങൾ ആദ്യം കള്ളു കുടിക്കുകയാണ് ചെയ്യണത്. അപ്പൊ പിറ്റേന്ന് പണിക്ക് പോകാൻ തോന്നുന്നു. ഇപ്പൊ കള്ളു കുടിക്കരുതെന്ന് പറയാ, അപ്പൊ പിന്നെ എങ്ങനെ പണിക്ക് പോവാ? അതാ പണിക്ക് പോവാത്തത്. അപ്പൊ പിന്നെ കുപ്പി പറക്കിയിട്ട്